ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സുന്ദരമായ മറ്റൊരു ദിവസം ദൈവം ദാനമായി തന്നിരിക്കുകയാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വചനമായിരുന്നു. സെക്കൻഡ് ബുക്ക് ഓഫ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 7 വേഴ്സ് 14. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അല്ലേ? അവരുടെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവം നമ്മോട് ഇന്ന് പറയുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യൻകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നമ്മോട് പറയുകയാണ്, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. വചനം ഇതാണ്: നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. We are what he has made us, created in Christ Jesus for good works, which God prepared beforehand to be our way of life. We are what he has made us, created in Christ Jesus for good works, which God prepared beforehand to be our way of life. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി, നമ്മൾ ഓരോരുത്തരും ചെയ്യുവാൻ വേണ്ടി ഒരുപാട് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് us ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, കർത്താവിൻ്റെ ഒരു ഉദ്ദേശം നിറവേറ്റാനാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാനും നിങ്ങളുമൊക്കെ നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തി, വേറെ ഒന്നിനുമല്ല, സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ തന്നെയായിരിക്കണം. ഇന്ന് ഞാൻ എന്താണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്, അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.